KCF ഒന്നാം വാർഷികവും ഭിന്നശേഷി സൗഹൃദ മഹാസംഗമവും പ്രൗഢമായി നടന്നു. ഭിന്നശേഷിക്കാരുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ KCF ചാരിറ്റി ഫൗണ്ടേഷന്റെ ഒന്നാം വാർഷികവും ഭിന്നശേഷി സൗഹൃദ മഹാസംഗമവും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിൽ വെച്ച് നടന്നു. വിവിധ ജില്ലകളിൽ നിന്നായി 600ഓളം പേർ പങ്കെടുത്ത സംഗമം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ അറബി ഗാനാലാപനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നിദ ഷെറിനെ ആദരിക്കുകയും നിദയുടെ ഗാനാലാപനം സദസ്സിന് ആവേശമാവുകയും ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സുരക്ഷയെ മാനിച്ച് സൗജന്യ പാസ് മുഖേനയാണ് പ്രവേശനം ഏർപ്പെടുത്തിയിരുന്നത്. MP സിദ്ദീഖ് അരീക്കോടും ഫസൽ കൊടുവള്ളിയും അവതാരകരായി സദസ്സിനെ ആവേശം കൊള്ളിച്ചു. എല്ലാ വേദനകളും മറന്ന് ഭിന്നശേഷിക്കാരായ കലാകാരന്മാർ കാഴ്ചവെച്ച പ്രകടനം വൈകല്യങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു. വീൽചെയറിലിരുന്ന് അവതരിപ്പിച്ച ഒപ്പനയും മധുരമൂറുന്ന പാട്ടുകളും ഡാൻസും കൊണ്ട് അവർ എല്ലാം മറന്ന് ആഹ്ലാദിച്ചു. ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയുടെ പിതാവിന്റെ വാക്കുകൾ ഇവിടെ കേൾക്കാം. ഇന്നത്തെ പരിപാടി പങ്കെടുത്ത ഒരു ഭിന്നശേഷി കുട്ടിയുടെ രക്ഷിതാവാണ് ഞാൻ. മോളുടെ പേര് അൻസിയ. വളരെ ഭംഗിയായിട്ട് തന്നെ പരിപാടികൾ നടന്നു. എടുത്തു പറയാതെ വയ്യ. കാരണം
ഒത്തിരി പരിപാടികൾക്ക് പങ്കെടുക്കുന്നതാണ് ഞാനും മോളും. മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് തവണ പങ്കെടുത്തിട്ടുണ്ട്. ഡയാലിസിസ് സെന്ററിൽ തന്നെ 3ാമത്തെ പരിപാടിയാണ് ഇന്നത്തേത്. അപ്പൊ അതില് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാല്, മിക്കപ്പോഴും ഭിന്നശേഷി സംഗമം തന്നെയാണ് നടക്കാറ്. എങ്കിലും പേര് അങ്ങനെയാണെങ്കിലും പിന്നീട് പരിപാടികൾ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ച ഭിന്നശേഷിക്കാരൊക്കെ അതിന് അവസരം കിട്ടാതെ മടങ്ങാറാണ് പലപ്പോഴും. കാരണം ഗ്രൂപ്പ് അംഗങ്ങളും അല്ലാത്തവരും ഗസ്റ്റും സെലിബ്രിറ്റീസും എല്ലാവരുമായിട്ട് പാടിത്തിമർക്കും. ഭിന്നശേഷി സംഗമം എന്ന് കേട്ടറിഞ്ഞു വന്ന ഭിന്നശേഷിക്കാർക്ക് പലപ്പോഴും വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ പാടാൻ അവസരം കിട്ടാറുള്ളൂ. അതിനൊക്കെ വിപരീതമായി ഇന്നത്തെ പരിപാടി വളരെയധികം ഭംഗിയായിട്ട് തന്നെ നടന്നു. ഒരുപാട് സമയം ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ച എല്ലാ ഭിന്നശേഷിക്കാരെയും പങ്കെടുപ്പിച്ച ശേഷമാണ് പരിപാടി അവസാനിച്ചത്. എനിക്ക് തോന്നുന്നു ഞാൻ പോരുമ്പോൾ ഒരു 3-4 പേരും കൂടി അവിടെ പങ്കെടുക്കാൻ ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. അവരെയും പരിപാടി പങ്കെടുപ്പിച്ച ശേഷം മാത്രമാണ് പരിപാടി അവസാനിപ്പിച്ചത് എന്നാണ് തോന്നുന്നത്. കാരണം ഒരു 3-4 പേരുടെ പരിപാടി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ സമയം വൈകിയത് കാരണം ഞങ്ങള് പോന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും എടുത്തു പറയാതെ വയ്യ. റിസക്ക ഒരുപാട് നന്ദിയുണ്ട്. കാരണം പേര് പോലെ തന്നെ ഭിന്നശേഷി സൗഹൃദ സംഗമം എന്ന പേര് തികച്ചും അത് ഉൾക്കൊണ്ട് തന്നെ നടന്നൊരു പരിപാടിയായിരുന്നു ഇന്നത്തേത്. എല്ലാവരും പങ്കെടുക്കാൻ ആഗ്രഹിച്ചു വന്ന എല്ലാവരും തന്നെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് ഭിന്നശേഷിക്കാർക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വീൽ ചെയറിൽ വന്നവർക്കും അല്ലാത്തവർക്കും എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിലും ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് ഭംഗിയായൊരു പരിപാടി നടത്തിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇത്തരം പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടത്താനും നല്ല രീതിയിൽ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കഴിയും വിധം ചെയ്യാനും എല്ലാത്തിനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വേങ്ങര ഇരിങ്ങല്ലൂർ AMUP സ്കൂൾ വിദ്യാർത്ഥിനി ദാരിയ AP ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഏറ്റവും പ്രായം കുറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ദാരിയക്കും സഹോദരനും KCF എക്സിക്യൂട്ടീവ് മെമ്പറുമായ ബാസിലിനും KCF സ്നേഹാദരവ് നൽകി. ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോകുന്നത് സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാതെ കൊലപാതകങ്ങളും അക്രമമൊക്കെ കാരണം ലഹരിയാണ്. ആ ലഹരിക്കെതിരെ നമുക്കൊരു സത്യപ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ ദാരിയമോളാണ് സത്യവാചകം ചൊല്ലിത്തരുന്നത്. തീർന്നിട്ടില്ല. നമുക്ക് ഇവിടെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി പാലിയേറ്റീവിൽ ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്ത വ്യക്തിയാണ്. അവർക്ക് സമ്മാനമുള്ള ധനുവിന്റെ എല്ലാമായ ഷബില കീപ്പർ. നമ്മുടെ പൊന്നുമോള് ദാരിയമോളിലെ നമുക്കൊക്കെ മാതൃകയാക്കാം. ഈ പ്രായത്തിൽ തന്നെ ഒത്തിരി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പേരും പെരുമയും കിട്ടി എന്ന് മാത്രമല്ല, എല്ലാവരുടെ ഹൃദയങ്ങളും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ പേര് മരത്തിലോ കല്ലിലോ അല്ല കൊത്തിവെക്കേണ്ടത്, ഇങ്ങനെ ജനഹൃദയങ്ങളിൽ കൊത്തിവെക്കണം. അങ്ങനെ പ്രിയപ്പെട്ട ദാരിയമോളെ കൊത്തി വെച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള സത്യപ്രതിജ്ഞ എടുക്കുന്നത് ദാരിയമോളാണ്. അപ്പൊ ഇതുവരെ എല്ലാവരും ഹാപ്പിയല്ലേ പരിപാടി? അപ്പൊ എല്ലാവരും എണീറ്റുന്നാണ്. നമ്മുടെ കനീവിന്റെ സുഹൃത്തുക്കളെ നിർത്തിയിട്ട് നമ്മുടെ അല്ലെ സത്യപ്രതിജ്ഞ അല്ലെ, അതൊരു നല്ല ഒരു പരിപാടിയാണ്. ഞാൻ സൈഡിൽ നിൽക്കാം കേട്ടോ. ഓക്കെ. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക
ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും KCF 1-ാം വാർഷിക വേളയിൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. അപ്പൊ അവന്റെ ഒരു ഉപഹാരം നമ്മുടെ പ്രസിഡന്റ് കൊടുക്കണം. ഏറ്റവും പ്രായം കുറഞ്ഞ ജീവനായിട്ട് പ്രവർത്തകനാണ് വാസിൽ മോൻ. ഓക്കെ, താങ്ക് യു സർ. നമ്മുടെ ഔപചാരിക ചടങ്ങുകൾ പ്രസ്തുത പരിപാടിക്ക് വേണ്ടി തയ്യാറാക്കിയ കൂപ്പണിൽ നറുക്കെടുപ്പ് വഴി സമ്മാനാർഹനായ AV മുഹമ്മദ് ബിൻഷാദ് പാലാണിക്ക് KCF എക്സിക്യൂട്ടീവ് മെമ്പർ ബാസിൽ പാലാണി ചിക്കൻ ബിരിയാണി സമ്മാനിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഭക്ഷണം വിതരണം ചെയ്തു. കൂടാതെ ബ്ലൂ ഡയറി ഐസ്ക്രീം കമ്പനി സ്പോൺസർ ചെയ്ത ഐസ്ക്രീം എല്ലാവർക്കും മധുരം പകർന്നു. KCF രക്ഷാധികാരി സുബൈദ കൊട്ടപ്പുറം പങ്കെടുത്ത് എല്ലാവർക്കും ഉപഹാരം നൽകി. ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്ക് തുണയായി കനിവ് കുനിയിൽ വളണ്ടിയർമാർ മികച്ച സേവനം കാഴ്ചവെക്കുകയും ചടങ്ങിലേക്ക് വലിയ തുക സംഭാവന നൽകുകയും ചെയ്തു. KCF കൺവീനർ സൈതാലിക്കുട്ടി PC അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അബ്ദുറസാഖ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഷുക്കൂർ പത്തനംതിട്ട രചിച്ച ഇരകൾ ഗർജിക്കുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. സ്റ്റേറ്റ് ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. മുസ്തഫ വേങ്ങര സ്വാഗതവും സജിത് കാരക്കുളം ചടങ്ങിന് നന്ദിയും പറഞ്ഞു. KCF വാർഷികമല്ലേ ഇന്ന് സന്തോഷം പങ്കിടണ്ടേ, ഒന്നായി നമ്മൾ ചേർന്നാൽ എല്ലാം മറന്നിടാം ഉലകിൽ, ഒപ്പമുണ്ടാകണം നമ്മൾ കൂടെ ചേർത്തിടണം, നൊമ്പരമെല്ലാം വായിക്കാം നമ്മൾ പുഞ്ചിരി പൂക്കൾ ചൂടാം. KCF വാർഷികമല്ലേ ഇന്ന് സന്തോഷം പങ്കിടണ്ടേ, ഒന്നായി നമ്മൾ ചേർന്നാൽ എല്ലാം മറന്നിടാം ഉലകിൽ, ഒപ്പമുണ്ടാകണം നമ്മൾ കൂടെ ചേർത്തിടണം. കൊണ്ടൊട്ടി മണ്ണിലെ പൂവ് നമ്മൾക്കൊരു സ്നേഹപ്പൂവ്, KCF കൂടെയുണ്ടെന്നും കവല കൂട്ടിനുണ്ട്. ആകാശപ്പൂമൊത്തുകൾ നമ്മൾ നാശതൻ പൊന്മൊട്ടുകൾ, പുത്തപ്പുലരി പിറക്കും വാനിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങും. ആകാശപ്പൂമൊത്തുകൾ നമ്മൾ നാശതൻ പൊന്മൊട്ടുകൾ, പുത്തപ്പുലരി പിറക്കും വാനിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങും. കൊണ്ടൊട്ടി മണ്ണിലെ പൂവ് നമ്മൾക്കൊരു സ്നേഹപ്പൂവ്, KCF കൂടെയുണ്ടെന്നും കവല കൂട്ടിനുണ്ട്. കൊണ്ടൊട്ടി മണ്ണിലെ പൂവ് നമ്മൾക്കൊരു സ്നേഹപ്പൂവ്, KCF കൂടെയുണ്ടെന്നും